സോ ഇന്ന് നമുക്ക് പഠിക്കാം 1 minute പ്രിപ്പറേഷൻ ഫോർ IELTS സ്പീക്കിംഗ്. എങ്ങനെയാണ് 1 മിനിറ്റ് കൊണ്ട് നമുക്ക് IELTS സ്പീക്കിംഗ് പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റുക. പലപ്പോഴും പല സ്റ്റുഡൻസിനുള്ള ഡൗട്ടാണ് ഹൗ ടു ടാക്കിൾ ദാറ്റ്. ഈ ഒരു ഡൗട്ട് നമുക്ക് കുറച്ച് നേരം കൊണ്ട് ശരിക്കും കൃത്യമായി മനസ്സിലാക്കിയെടുക്കാം. എൻ്റെ കൂടെ തന്നെ നിങ്ങൾ വീഡിയോ കാണണം. അതുകൂടാതെ വേണ്ട നോട്ട്സ് ഒന്ന് നോട്ട് എടുത്തുക്കണം. എന്താ വെച്ചാൽ ഈ 1 minute പ്രിപ്പറേഷൻ ടേക്സ് എ ബിറ്റ് ഓഫ് ട്രിക്ക് ആൻഡ് യുവർ IQ ലെവൽ. അപ്പോൾ ഒന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ യു ആർ ഗോയിങ് ടു ക്രാക്ക് ഇറ്റ്. സോ ലെറ്റ് us understand that. Okay, a topic is given, that is describe a website you have recently used, what the website is, what you use the website for, and how often you use the website. Explain what you like and dislike about the website. അപ്പോൾ എന്തിനെ കുറിച്ചാണ് കൃത്യമായി ചോദിക്കുന്ന? ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ്. ഇത് ചിലപ്പം ഒരു ബുക്കാവാം, അല്ലെങ്കിൽ ഒരു മൂവി ആവാം, ഓക്കെ, ചിലപ്പം ഒരു പേഴ്സൺ ആവാം. ഇത് ഒക്കെ വെബ്സൈറ്റ് റീപ്ലേസ്ഡ് ബൈ സംതിങ് ദാറ്റ് ഇസ് വെരി മച്ച് എവിഡൻറ്റ് ആൻഡ് വിതിൻ യുവർ ലൈഫ് സർക്കിൾ. അപ്പം നിങ്ങളുടെ ലൈഫ് സർക്കിളിൽ എന്തൊക്കെയുണ്ടോ, ബുക്ക് ഉണ്ടാവാം, ഫ്രണ്ട് ആവാം, നിങ്ങളുടെ എന്താ പറയുക റിലേറ്റീവ്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനെ കുറിച്ചാവാം. ദിസ് വെബ്സൈറ്റ് ഇസ് റിപ്ലേസ്ഡ് ബൈ ദാറ്റ്. അത്രേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചും നമ്മൾ ടോപ്പിക് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഇതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാം. സോ ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് ദ മെത്തേഡ് 1. മെത്തേഡ് 1 ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. റീഡ് ദ കാർഡ്. ആദ്യം ചെയ്യേണ്ടത്, പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, കാർഡ് വായിക്കാൻ വേണ്ടി നമ്മൾ സമയം ചിലവഴിക്കില്ല. ടാസ്ക് കാർഡ് നമ്മൾ വായിക്കില്ല. ടാസ്ക് കാർഡ് വായിക്കാതെ വി അണ്ടർസ്റ്റാൻഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഇസ് ഡിസ്ക്രൈബ് എ വെബ്സൈറ്റ് യു റീസെൻ്റ്ലി യൂസ്ഡ്. പിന്നെ നമ്മൾ നമ്മുടെ രീതിയിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്ത് തുടങ്ങുന്നത്. നോ, the thing is you have to understand each and every main question as well as the sub question. നമുക്ക് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കണമെങ്കിൽ ആദ്യത്തെ മെയിൻ ക്വസ്റ്റ്യൻ, പിന്നെ സബ് ക്വസ്റ്റ്യൻസ് എന്താണ്? വാട്ട് ദ വെബ്സൈറ്റ് ഇസ്, വാട്ട് യു യൂസ്ഡ് ദിസ് വെബ്സൈറ്റ് ഫോർ, ആൻഡ് ഹൗ ഓഫൺ യു യൂസ് ദിസ് വെബ്സൈറ്റ്. അപ്പോൾ ഇവിടെ 3 മെയിൻ സെക്ഷൻ, 3 സബ് സെക്ഷൻ. ഇതിൽ ഏതെങ്കിലും ഒന്ന് വിട്ടുപോയാൽ അതിനനുസരിച്ച് നമ്മുടെ സ്കോറും കുറയുന്നതായിരിക്കും. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ഗോയിങ് ടു സ്പീക്ക് ഫുള്ളി അബൌട്ട് ഇറ്റ് ആൻഡ് യുവർ ടാർഗറ്റ് ഷുഡ് ബി ലൈക്ക് ദാറ്റ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ കാണാം. ബട്ട് ഹിയർ എങ്ങനെയാണ് നമുക്ക് പോയിൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. റീഡ് ദ കാർഡ്, റൈറ്റ് ഡൗൺ 2 വെബ്സൈറ്റ്. 2 വെബ്സൈറ്റിനെ കുറിച്ച് നമുക്ക് എഴുതാം. ഏതിനെക്കുറിച്ചാണ് നമുക്ക് ഗ്രാവിറ്റി കൂടുതലായിട്ട് തോന്നുന്നത്, കൂടുതൽ നമുക്ക് പോയിൻറ്റ്സ് കിട്ടുന്നത്, അത് നമുക്ക് ചൂസ് ചെയ്യാം. ബട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം 2 വെബ്സൈറ്റ് എഴുതും. സേ ഫോർ എക്സാമ്പിൾ മോസ്റ്റ് കോമൺ വെബ്സൈറ്റ് ഇസ് ഗൂഗിൾ. അപ്പോൾ ഗൂഗിളിനെ കുറിച്ച് നമ്മൾ എഴുതുന്നു. നൗ റീഡ് ദ കാർഡ് അഗെയിൻ. ഇത് എന്തുകൊണ്ട് വായിക്കാൻ പറയുന്നു? സംടൈംസ് വി ആർ ലോസ്റ്റ്. നമ്മുടെ കൃത്യമായ ഒരു ഫോക്കസ് ഇല്ലായ്മ കാരണം നമ്മൾ വി ഡീവിയേറ്റ് ഫ്രം വൺ ടോപ്പിക് ടു ദ അതർ. സേ ഫോർ എക്സാമ്പിൾ ഗൂഗിളിനെ കുറിച്ച് സംസാരിക്കുന്നു, ഗൂഗിളിൻ്റെ ബെനിഫിറ്റ്സ് പറഞ്ഞ് അവസാനം CEO വരെ എത്തുന്നു, അവസാനം നമ്മൾ അവിടുത്തെ ഹെഡ് ക്വാർട്ടേഴ്സ് വരെ എത്തുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ വരാൻ പാടില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വെബ്സൈറ്റിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചും ക്വസ്റ്റ്യൻസ്, വാട്ട് ദ വെബ്സൈറ്റ് ഇസ്, ഹൗ ഓഫൺ യു യൂസ് ഇറ്റ് ആൻഡ് ഹൗ യു യൂസ് ദ വെബ്സൈറ്റ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയാണ് റീഡ് ദ ടാസ്ക് അഗെയിൻ. ടേക്ക് എ ഡീപ് ബ്രെത്ത്. ഡീപ് ബ്രെത്ത് മീൻസ് ഫോക്കസിങ് ഓൺ വാട്ട് യു ആർ ഗോയിങ് ടു സ്പീക്ക്. സംടൈംസ് കുറേ ഇൻഹിബിഷൻസ് ഉണ്ടാവും. നമ്മുടെ മുന്നിൽ ആരായിരിക്കുന്നത്, അതുകൂടാതെ നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്, നമ്മുടെ എൻവയൺമെൻറ്റ്. വി ആർ സോ അഫ്രേഡ് ദാറ്റ് ഈസ് ടോക്കിംഗ് ടു എ സിംഗിൾ പേഴ്സൺ മേ ബി ഹാർഡ് ടു ഹാൻഡിൽ. അപ്പോൾ എന്ത് ചെയ്യണം? ടേക്ക് എ ഡീപ് ബ്രെത്ത്, സേ ടു യുവർ സെൽഫ് ഐ ആം സെക്യൂർഡ് ആൻഡ് ഐ ആം റിലാക്സ്ഡ് ആൻഡ് ദെൻ യു സ്റ്റാർട്ട് സ്പീക്കിംഗ്. ഒരിക്കലും നമ്മൾ ഡയറക്റ്റ്ലി സ്പീക്കിംഗ് ചെയ്ത് തുടങ്ങരുത്. എന്താ കാരണം? സ്പീക്കിംഗ് ഡയറക്റ്റ്ലി തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് പോയിൻറ്റ്സ് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ നമ്മുടെ ഫോക്കസ് ലെവൽ ഒരു പോയിന്റിൽ നിന്ന് വേറെ ഒരു പോയിന്റ് മീൻസ് സബ്സിഡറി പോയിന്റ്സിലേക്ക് എത്തും. ആ സബ്സിഡറി പോയിന്റ്സിൽ നിന്ന് ഔട്ടർ പോയിന്റ്സിലേക്ക് എത്തും. ഔട്ടർ പോയിന്റ്സ് പിന്നെ നമ്മൾ നോവെയർ. അവസാനം മനസ്സിലാക്കും, എന്താ 2 മിനിറ്റ് കഴിഞ്ഞല്ലോ, ഞാൻ കൺക്ലൂഡ് ചെയ്യേണ്ട ടോപ്പിക് ഇതല്ലായിരുന്നല്ലോ എന്ന് തോന്നൽ വരും. അപ്പോൾ സോ യു ഹാവ് ടു ബി റിലാക്സ്ഡ് ആൻഡ് സെറ്റ് ദ ഫോക്കസ് റൈറ്റ് സോ ദാറ്റ് യു ആർ ഏബിൾ ടു സ്പീക്ക് വെൽ. നൗ നെക്സ്റ്റ് ഇസ് നമുക്ക് മെത്തേഡ് 2 മനസ്സിലാക്കാം. മെത്തേഡ് 2, റീഡ് ദ കാർഡ്. ഓക്കെ, റൈറ്റ് ഡൗൺ 1 വെബ്സൈറ്റ്. ഒരു വെബ്സൈറ്റ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതാം. ഒരു വെബ്സൈറ്റ് എഴുതിയാൽ മതി. ഓക്കെ, ആ ഒരു വെബ്സൈറ്റിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എങ്ങനെയായിരുന്നു, ആ വെബ്സൈറ്റ് എങ്ങനെയായിരുന്നു, പാസ്റ്റിൽ എന്തായിരുന്നു, പ്രസൻറ്റിൽ എന്താണ്, ഫ്യൂച്ചറിൽ എന്തായി മാറും. Say for example, AI has intruded
into the Google and now you can see lot of changes. ഇപ്പം ജെമിനായി എന്ന് പറഞ്ഞ ഒരു ചാറ്റ് GPT പോലത്തെ ഒരു എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട്. ഇത് കൂടാതെ പല എക്സ്റ്റൻഷൻസും AI മാപ്പിൽ പോലും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ ഫ്യൂച്ചറിൽ എന്തായി മാറുമെന്ന് നമുക്ക് ഫോക്കസ് വരണമെങ്കിൽ കൃത്യമായി ഒരു പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചറിൻ്റെ ഒരു പോയിന്റ്സ് നമ്മുടെ കൂടെ ഉണ്ടാവണം. ഇത് കൂടാതെ റീഡ് ദ കാർഡ് അഗെയിൻ. വൈ റീഡ് ദ കാർഡ് അഗെയിൻ? ബിക്കോസ് യു ഹാവ് ടു മേക്ക് ഷുവർ വാട്ട് എവർ ഐ എം റൈറ്റിംഗ് ഷുഡ് ബി ഓൺ ദ പോയിന്റ് ആൻഡ് നോട്ട് ഔട്ട്സൈഡ് ദ പോയിന്റ്. This one thing you have to make sure and you have to be focused, and that is why you say take a deep breath. Okay, so make sure that you understand these two methods and make sure that your speaking is as good as a 9 band or a 8 band scorer. So if you are prepared well, the topics flow easily, but if you are not prepared well, the topic gets stuck and you create lot of fumbles, you create lot of interruptions and you are lost. അപ്പോൾ ഇത് ചെയ്യേണ്ടത് ശ്രദ്ധിക്കണം. ഇനി ഇതുപോലത്തെ വീഡിയോസിനും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ കീപ് us in track. Thank you. God bless.